ഭഗവാൻ മഹർഷിമാരെ തൻ്റെ അനുഗ്രഹത്തോടു കൂടി പറഞ്ഞയക്കുകയാണ്. ഈ ശ്ലോകത്തിൽ അതാണ് നമുക്ക് കേൾക്കാം. തൽപ്രയാദൗഷധി പ്രസ്ഥം സിദ്ധയേ ഹിമവൽപുരം മഹാകോശി പ്രഭാതേസ്മിൻ സംഗമ പുനരേവ നഃ. തത് അതിനാൽ ഔഷധിപ്രസ്ഥം ഹിമവൽപുരം സിദ്ധയേ പ്രയാത. ഔഷധിപ്രസ്ഥം എന്ന ഹിമവാന്റെ നഗരിയിലേക്ക് പോയാലും, എന്തിനു വേണ്ടി പോയാലും, സിദ്ധയെ പ്രയാത കാര്യസാധിക്കു വേണ്ടിയിട്ട് പോയാലും, കാര്യം അനുഗ്രഹം അതിൻ്റെ കൂടെ ഈ പറഞ്ഞയക്കുന്ന വാക്കുകളിലൂടെ അനുഗ്രഹം കൂടി ചേർത്തുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്. സിദ്ധയെ പ്രയാത കാര്യസിദ്ധിക്കു വേണ്ടിയിട്ട് പോയാലും. മഹാകോശി പ്രഭാതേസ്മിൻ സംഗമ പുനരേവ നഃ. അസ്മിൻ മഹാകോശി പ്രഭാതേ ഏവ നഃ പുനഃ സംഗമഃ ച ഭവിഷ്യതി എന്നർത്ഥം. ഈ മഹാകോശി പ്രഭാതത്തിൽ തന്നെ, ഈ മഹാകോശി നദി വീഴുന്ന ഈ പ്രദേശത്ത് തന്നെ, വന്ന് പതിക്കുന്ന ഈ പ്രദേശത്ത് തന്നെ, നഃ പ്രഭാതേ ഏവ നഃ പുനഃ സംഗമഃ. നഃ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ പുനഃ സംഗമഃ വീണ്ടും കണ്ടുമുട്ടാം. നഹ എന്ന് പറഞ്ഞല്ലോ, വഹ നിങ്ങൾക്ക്, നഹ നമുക്ക് എന്ന് നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ തത് ഔഷധിപ്രസ്ഥം ഹിമവൽപുരം സിദ്ധയെ പ്രയാത. അതുകൊണ്ട് ഈ ഔഷധിപ്രസ്ഥം എന്ന് പേരുള്ള ആ നഗരത്തിലേക്ക് സിദ്ധയെ കാര്യം സാധിക്കുന്നതിനു വേണ്ടി പ്രയാത പോയാലും. അസ്മിൻ മഹാകോശി പ്രഭാതേ നഃ പ്രഭാതേ ഏവ നഃ പുനഃ സംഗമഃ. ഈ കാര്യം നേടാനായിട്ട്, ഞാൻ ഏൽപ്പിച്ച കാര്യം ഭംഗിയായി നടത്താനായിട്ട് നിങ്ങൾ അങ്ങോട്ട് ഔഷധപ്രസ്ഥം എന്ന ഹിമവാന്റെ നഗരത്തിലേക്ക് പോയാലും, അത് കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു വന്നാൽ, കാര്യം സാധിച്ച് തിരിച്ചു വന്നാൽ, ഈ മഹാകോശി നദിയുടെ, ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന മഹാകോശി നദി വന്ന് പതിക്കുന്ന ഈ സ്ഥലത്ത് തന്നെ, നമുക്കിതിൻ്റെ പരിസരത്ത് വെച്ച് തന്നെ നമുക്ക് വീണ്ടും കാണാം എന്നാണ് ഈ ശ്ലോകത്തിൽ. ഔഷധിപ്രസ്ഥം ഈ ഹിമവാന്റെ നഗരം. പിന്നെ ഈ മഹാകോശി എന്ന് പറയുന്നതിന് കൗശികി എന്നൊക്കെ പേര് കാണുന്നുണ്ട്. കുറേ അരുവികൾ, കുറേ നദികൾ, ചെറു നദികൾ ഒന്നിച്ച് ചേർന്ന് പിന്നീട് ഗംഗയിൽ ചെന്ന് ചേരും. അങ്ങനെയുള്ള ഒരു നദിയാണ് ഈ മഹാകോശി അഥവാ കൗശികി എന്നൊക്കെ പറയുന്നത്. കുറേ നദികൾ അങ്ങനെ, ഗണ്ഡകി എന്നൊക്കെ പറഞ്ഞ് കുറേ എണ്ണമുണ്ട്, അതിലൊന്നാണ്. അപ്പോൾ ഇവിടെ വെച്ച് കാണാം എന്ന് പറയാണ്. കാര്യം നടത്തി വന്നാൽ ഇവിടെ വെച്ചിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന് ഭഗവാൻ അവരെ പറഞ്ഞയക്കുന്നു. ഇതിൽ പിന്നെ വ്യാകരണം പറയുകയാണെങ്കിൽ പ്രയാത എന്ന് പറഞ്ഞാൽ പോയാലും, യാഹി യാതം യാത, യാധാതുവിൻ്റെ ലോട്ട് മധ്യമപുരുഷൻ, ബഹുവചനം. യാഹിന്ന് ധാരാളം കേട്ടിട്ടുണ്ടാവും, അതിൻ്റെ ബഹുവചനം, അതിൽ പ്രാന്നുപസർഗം ചേർന്നിട്ട്. ഇത്രയേ ഉള്ളൂ ഇതിലിപ്പോൾ. തൽപ്രയാദൗഷധിപ്രസ്ഥം സിദ്ധയേ ഹിമവൽപുരം മഹാകോശി പ്രഭാതേസ്മിൻ സംഗമഃ പുനരേവ നഃ.